ഏവർക്കും നമസ്കാരം. ജൂൺ മാസം 1-ാം തീയതി ഞായറാഴ്ച മുതൽ ജൂൺ മാസം 30-ാം തീയതി തിങ്കളാഴ്ച വരെയുള്ള മാസഫലങ്ങൾ മേടം മുതൽ മീനം വരെയുള്ള 12 രാശിക്കാർക്കും എന്തെല്ലാം ഫലങ്ങൾ നൽകുന്നുവെന്നാണ് ഇന്ന് നാം ഇവിടെ ഈ പരമ്പരയിൽ വിശകലനം ചെയ്യുന്നത്. അതിന് മുന്നോടിയായി ജൂൺ മാസത്തെ നവഗ്രഹങ്ങളുടെ സഞ്ചാരം നമുക്കൊന്ന് പരിശോധിക്കാം. സൂര്യൻ ജൂൺ 14-ാം തീയതി വരെയും ഇടവരാശിയിലും തുടർന്ന് ജൂൺ 15-ാം തീയതി മുതൽ മിഥുനരാശിയിലും സഞ്ചരിക്കുന്നു. ചൊവ്വ ജൂൺ 6-ാം തീയതി വരെയും തൻ്റെ നീചരാശിയായ കർക്കിടകത്തിൽ സഞ്ചരിക്കുന്നു. എന്നാൽ ജൂൺ 7 മുതൽ തൻ്റെ നീചാവസ്ഥയിൽ നിന്നും മുക്തനായി ചൊവ്വ ചിങ്ങരാശിയിലേക്ക് പ്രവേശിക്കുന്നു. ബുധൻ ഈ മാസം 3 രാശികളിലായി സഞ്ചരിക്കുന്നു. ജൂൺ 5-ാം തീയതി വരെയും ബുധൻ ഇടവരാശിയിലാണ് സഞ്ചരിക്കുക. എന്നാൽ ജൂൺ 6-ാം തീയതി ബുധൻ തൻ്റെ സ്വക്ഷേത്രമായ മിഥുനത്തിൽ പ്രവേശിക്കുകയും തുടർന്ന് ജൂൺ 21 വരെയും മിഥുനരാശിയിൽ സഞ്ചരിക്കുകയും ചെയ്യുന്നു. എന്നാൽ ജൂൺ 22-ാം തീയതി ബുധൻ കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുന്നു. വ്യാഴം മിഥുനരാശിയിൽ സഞ്ചരിക്കുന്നു. ശുക്രൻ ജൂൺ മാസം 28 വരെയും മേടരാശിയിലാണ് സഞ്ചരിക്കുക. 29-ാം തീയതി ഇടവരാശിയിൽ ശുക്രൻ പ്രവേശിക്കും. അതായത് ജൂൺ മാസത്തിലെ 30 ദിവസങ്ങളിൽ 28 ദിവസവും ശുക്രൻ സഞ്ചരിക്കുന്നത് മേടരാശിയിൽ ആകുന്നു. ശനി മീനത്തിൽ സഞ്ചരിക്കുന്നു. രാഹുകേതുക്കൾ യഥാക്രമം കുംഭരാശിയിലും ചിങ്ങരാശിയിലുമായി സഞ്ചരിക്കുന്നു. അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹസഞ്ചാരങ്ങളെ ആധാരമാക്കി നമുക്ക് ജൂൺ മാസ ഫലങ്ങളിലേക്ക് പ്രവേശിക്കാം. മേടക്കൂർ അശ്വതി, ഭരണി, കാർത്തിക, കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത്. സൂര്യൻ ഈ കൂറുകാരുടെ 2, 3 എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക. 2-ാം ഭാവം എന്നത് സൂര്യൻ്റെ അനിഷ്ടഭാവം ആകുന്നു. 2-ാം ഭാവം എന്നത് ധനസ്ഥാനം, വാക്സ്ഥാനം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ സൂര്യൻ അനിഷ്ടനായി സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ അത് ഈ ഭാവത്തിന് ദോഷത്തെ നൽകാം. തൽഫലമായി സാമ്പത്തികമായ നഷ്ടങ്ങൾ, ക്ലേശങ്ങൾ, പ്രതിസന്ധികൾ എന്നിവ എല്ലാം ഉണ്ടാകാം. കൂടാതെ വാക്സ്ഥാനത്തെയും പ്രതികൂലമായി ബാധിക്കുന്നു എന്നതിനാൽ വാക്പിഴവുകൾ, അതേ തുടർന്നുള്ള കലഹങ്ങൾ എന്നിവയ്ക്കും സാധ്യത ഉണ്ട്. കൂടാതെ മാനസികമായ ക്ലേശങ്ങൾ, വഞ്ചന, അമളി എന്നിവ വന്ന് പിണയുവാനുള്ള സാധ്യതയും 2-ൽ കൂടി സൂര്യൻ സഞ്ചരിക്കുമ്പോൾ അധികരിച്ച് ഇരിക്കുമെന്ന് അറിയുക. എന്നാൽ ജൂൺ മാസം 15 മുതൽ ഈ കൂറുകാരുടെ 3-ാം ഭാവത്തിലേക്ക് സൂര്യൻ പ്രവേശിക്കുമ്പോൾ അത് ഇവർക്ക് അഭീഷ്ട ഫലങ്ങളെയും ഗുണഫലങ്ങളെയും നൽകും. 3-ാം ഭാവം എന്നത് സഹോദരഭാവം, ശൗര്യഭാവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. 3-ാം ഭാവത്തിൽ സൂര്യൻ സഞ്ചരിക്കുമ്പോൾ ഈ കൂറുകാർക്ക് ബന്ധുമിത്രാദികളുമായി നല്ല ബന്ധം പുലർത്തുവാൻ കഴിയുന്നു. കർമ്മരംഗത്തും വ്യക്തിജീവിതത്തിലുമെല്ലാം ഈ കൂറുകാർക്ക് അംഗീകാരം, സൽപ്പേര്, കീർത്തി, നായകത്വം എന്നിവ കൈവരുന്നു. കൂടാതെ ഈ കൂറുകാർക്ക് ഏറിയ അളവിൽ ഊർജം, ആത്മവിശ്വാസം, ആത്മബലം എന്നിവയും വർദ്ധിക്കുന്നു. തൽഫലമായി ഈ കൂറുകാർക്ക് സകല പ്രതിബന്ധങ്ങളെയും പ്രതിസന്ധികളെയും തരണം ചെയ്യുവാനും വിജയത്തിൽ എത്തിച്ചേരുവാനും കഴിയുന്നു. അടുത്തതായി ഈ കൂറുകാരുടെ രാശ്യാധിപനായ ചൊവ്വ ഈ കൂറുകാരുടെ 4, 5 എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക. ഈ 2 ഭാവങ്ങളും ചൊവ്വയുടെ അനിഷ്ടഭാവം ആകുന്നു. മേടക്കൂറുകാരുടെ കുടുംബം, മാതാവ്, ബന്ധുമിത്രാദികൾ എന്നിവയെ എല്ലാം കുറിക്കുന്ന 4-ാം ഭാവത്തിൽ ചൊവ്വ സഞ്ചരിക്കുന്നത് പ്രതികൂലമായ ഫലങ്ങളെ നൽകാം. ദുർജന സംസർഗം, രോഗദുരിതങ്ങൾ, ശാരീരികവും മാനസികവുമായ ക്ലേശങ്ങൾ എന്നിവയെ എല്ലാം ചൊവ്വ ഉണ്ടാക്കാം. കൂടാതെ കുടുംബത്തിൽ ഒരു ഐക്യമില്ലായ്മ, അസ്വാരസ്യങ്ങൾ, വാക്തർക്കം, അഭിപ്രായ ഭിന്നതകൾ എന്നിവയും നേരിടാവുന്നതാണ്. തുടർന്ന് ജൂൺ 7 മുതൽ ചൊവ്വ ഈ കൂറുകാരുടെ 5-ാം ഭാവത്തിൽ പ്രവേശിക്കുന്നു. 5-ാം ഭാവം എന്നത് സന്താനഭാവം എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഭാവത്തിൽ കൂടി ചൊവ്വ സഞ്ചരിക്കുമ്പോൾ അത് സന്താനങ്ങൾക്ക് ശാരീരികമായ വൈഷമ്യങ്ങൾ, മാനസികമായ സംഘർഷങ്ങൾ എന്നിവയെ ഉണ്ടാക്കാം. കൂടാതെ സന്താനങ്ങൾക്ക് വിദ്യാതടസ്സം, പഠനത്തിലൊരു ഏകാഗ്രത ഇല്ലായ്മ, അലസത എന്നിവയും ഭവിക്കാം. 5-ാം ഭാവം എന്നത് ബുദ്ധി, ഓർമ്മശക്തി എന്നിവയെ കുറിക്കുന്നു എന്നതിനാൽ ചൊവ്വ ഈ ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ കാലതാമസം, പരാജയം, ആശയക്കുഴപ്പം എന്നിവയിലേക്ക് വഴിവെക്കാം. ബുധൻ ഈ കൂറുകാരുടെ 2, 3, 4 എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക. അതുകൊണ്ട് തന്നെ ബുധൻ ഈ കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളെയാകും ഈ മാസം നൽകുക. 2-ൽ കൂടി ബുധൻ സഞ്ചരിക്കുമ്പോൾ അത് ധനപരമായ ഉന്നതി, സാമ്പത്തികമായ നേട്ടങ്ങൾ, ബിസിനസ്സിൽ ലാഭം, ധനാഗമം എന്നിവയെ എല്ലാം നൽകും. എന്നാൽ ജൂൺ 6 മുതൽ
21 വരെ 3-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ബുധൻ ഈ കൂറുകാർക്ക് പ്രതികൂലമായ ഫലങ്ങളെ നൽകാം. കാരണം 3-ാം ഭാവം എന്നത് ബുധൻ്റെ അനിഷ്ടഭാവമാകുന്നു. 3-ൽ കൂടി ബുധൻ സഞ്ചരിക്കുമ്പോൾ അത് ശത്രുശല്യം, ബന്ധുമിത്രാദികളുമായി മാനസികമായ അകൽച്ച, അഭിപ്രായ ഭിന്നതകൾ, സഹോദരന്മാരുമായി ചില സ്വാരസ്യങ്ങൾ, തെറ്റിദ്ധാരണ എന്നിവയെ എല്ലാം സൃഷ്ടിക്കാം. എന്നാൽ തുടർന്ന് ബുധൻ ഈ കൂറുകാരുടെ 4-ാം ഭാവത്തിൽ പ്രവേശിക്കുമ്പോൾ ബുധൻ ഈ കൂറുകാർക്ക് വീണ്ടും ഗുണാനുഭവങ്ങളെ നൽകും. പ്രധാനമായും കുടുംബത്തിൽ സന്തോഷം, ക്ഷേമം, ഐക്യം, കുടുംബാംഗങ്ങളുമായി സ്വരച്ചേർച്ച, ബന്ധുസമാഗമം എന്നിവയെല്ലാം ഉണ്ടാകും. വ്യാഴം ഈ കൂറുകാരുടെ 3-ാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത്. 3-ാം ഭാവം വ്യാഴത്തിൻ്റെ അനിഷ്ടഭാവമാകയാൽ അത് ഇവർക്ക് പ്രതികൂലമായ ഫലങ്ങൾ, സാഹചര്യങ്ങൾ എന്നിവയെ സൃഷ്ടിക്കാം. വ്യാഴം 3-ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ പ്രധാനമായും ഈശ്വര കടാക്ഷങ്ങൾക്ക് ഒരു മറവ് സംഭവിക്കാം. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ നടന്നു കിട്ടുവാനെല്ലാം ഒരു കാലതാമസം, കർമ്മവിഘ്നം, അപ്രതീക്ഷിതമായ ചില തിരിച്ചടികൾ, പരാജയങ്ങൾ എന്നിവയും വന്നു ഭവിക്കാം. ശുക്രൻ ഈ കൂറുകാർക്ക് ഈ മാസം വളരെ അഭീഷ്ടമായ ഫലങ്ങളെ നൽകി ഈ കൂറുകാരുടെ ജന്മത്തിൽ കൂടിയാണ് സഞ്ചരിക്കുക. ജന്മത്തിൽ കൂടി സഞ്ചരിക്കുന്ന ശുക്രൻ വളരെയധികം ഗുണാനുഭവങ്ങളെ നൽകും. ശാരീരികമായ സൗഖ്യം, മാനസികമായ സുഖം, ലൗകിക സുഖങ്ങൾ എന്നിവ അനുഭവപ്പെടും. തടസ്സങ്ങൾ, പ്രതിസന്ധികൾ എന്നിവയിൽ നിന്നെല്ലാം മോചനം ലഭിക്കും. ധനപരമായ ഉന്നതി ഉണ്ടാകും. തൊഴിൽ രംഗത്ത് പ്രതിസന്ധികൾ നീങ്ങി കാര്യപുഷ്ടി ഉണ്ടാകുന്നതാണ്. കടബാധ്യതകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള ഉപായങ്ങളും വഴികളും ഇവർക്ക് തുറന്നു കിട്ടും. വസ്ത്രലാഭം, വാഹനലാഭം, ഭൂമിലാഭം എന്നിവയും ശുക്രൻ ജന്മത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണാനുഭവങ്ങൾ ആണ്. ധനനിക്ഷേപങ്ങൾക്കും ഭൂമി ക്രയവിക്രയങ്ങൾക്കും അനുകൂലമായ സമയമാകും ഇത്. ശനി ഈ കൂറുകാരുടെ അനിഷ്ടഭാവമായ 12-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. 12-ൽ സഞ്ചരിക്കുന്ന ശനി ധനവ്യയം, ധനക്ലേശം, സാമ്പത്തികമായ പ്രതിസന്ധികൾ, ധനനഷ്ടം എന്നിവയെ ഉണ്ടാക്കാം. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി നല്ല കരുതൽ, അച്ചടക്കം എന്നിവ ഈ കൂറുകാർ പുലർത്തുക. കൂടാതെ ആരോഗ്യകാര്യങ്ങളിലും ഒരു ശ്രദ്ധ ഈ കൂറുകാർ പുലർത്തേണ്ടതുണ്ട്. രാഹുകേതുക്കൾ ഈ കൂറുകാരുടെ 11-ാം ഭാവത്തിലും 5-ാം ഭാവത്തിലുമായി യഥാക്രമം സഞ്ചരിക്കുന്നു. 11-ൽ സഞ്ചരിക്കുന്ന രാഹു മേടക്കൂറുകാർക്ക് സാമ്പത്തികമായ അഭിവൃദ്ധി, നേട്ടങ്ങൾ, ധനാഗമം എന്നിവയെ എല്ലാം നൽകും. കൂടാതെ ആഗ്രഹങ്ങൾ, ലക്ഷ്യപ്രാപ്തി എന്നിവ ഈ കൂറുകാർ കൈവരിക്കും. അംഗീകാരം, ധനധാന്യ സമൃദ്ധി, പ്രതാപം, അഭീഷ്ടസാഫല്യം എന്നീ ഗുണാനുഭവങ്ങളും രാഹു 11-ാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ വന്നു ചേരാവുന്ന ഗുണാനുഭവങ്ങൾ ആണ്. പുതിയ സംരംഭങ്ങൾ, ബിസിനസ്, റിയൽ എസ്റ്റേറ്റ് എന്നിവയിൽ ധനനിക്ഷേപം നടത്താനും തുടക്കം കുറിക്കാനും രാഹു 11-ാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അനുയോജ്യമായ സമയം ആകും. 5-ാം ഭാവം സന്താനങ്ങൾ, വിദ്യാഭ്യാസം, ബുദ്ധിശക്തി, ഏകാഗ്രത എന്നിവയെ എല്ലാം കുറിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഭാവത്തിൽ കേതു സഞ്ചരിക്കുമ്പോൾ അത് പ്രതികൂലമായ ഫലങ്ങളെ നൽകാം. തൽഫലമായി സന്താനങ്ങൾക്ക് രോഗാരിഷ്ടതകൾ, പഠിതാക്കൾക്ക് പഠനത്തിൽ ഒരു ഏകാഗ്രത ഇല്ലായ്മ, അലസത, ഈശ്വരകടാക്ഷത്തിൽ ഒരു കുറവ്, തീരുമാനങ്ങൾ എടുക്കുന്നതിൽ കാലതാമസം, വീഴ്ച എന്നിവ ഫലത്തിൽ വരാം. അപ്പോൾ മേടക്കൂറുകാർക്ക് ശുക്രൻ, രാഹു എന്നിവർ ഈ മാസം വളരെ അനുകൂലരായി ഭവിക്കുന്നു. സൂര്യൻ, ബുധൻ എന്നിവർ ഭാഗികമായി ഗുണാനുഭവങ്ങളെ നൽകുന്നു. എന്നാൽ രാശ്യാധിപനായ ചൊവ്വ, ശനി, കേതു എന്നിവർ പ്രതികൂലരായി ഭവിക്കുന്നു. എന്നാൽ ശനിയുടെ ദോഷത്തെ രാഹു ഒട്ടൊക്കെ പ്രതിരോധിക്കും. അത് ഇവർക്ക് വളരെ ആശ്വാസം ഏകുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ കൂറുകാർക്ക് ഈ മാസം ഗുണദോഷ സമ്മിശ്രമായ ഒരു മാസമാകും. എന്നാൽ മാസത്തിൻ്റെ പകുതിയോടുകൂടി രവി ശുഭകരനായി ഭവിക്കുന്നു എന്നതിനാൽ 2-ാം പകുതി നേട്ടങ്ങൾക്ക് മുൻതൂക്കം ലഭിക്കും. അപ്പോൾ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.